തിരുവനന്തപുരം നഗരത്തിൻ്റെ മെട്രോ ഏതാണ്ട് ഇപ്പം 15 വർഷത്തോളമായി ഒരു കോൺട്രവേഴ്സിയിൽ കിടക്കുകയാണ്. 15 വർഷം. ഞാൻ 2008 ഇതിനെപ്പറ്റി 2005 ഞാൻ മെട്രോയെ പറ്റി പഠിക്കുവാനായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്ന എൻ്റെ കമ്പനി IL&FS പറഞ്ഞ കമ്പനിയിൽ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അതുകൊണ്ട് അത് പോട്ടെ. പക്ഷെ 2008 മെട്രോ കേരളത്തിൽ ആദ്യത്തെ മെട്രോ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പഠനം ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ കുറച്ച് അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഡയറക്റ്റായിട്ടല്ല, ഇൻഡയറക്റ്റായിട്ടും. അപ്പം 2008 ഇതിന് ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞു, മെട്രോ വരികയാണെങ്കിൽ അത് തിരുവനന്തപുരത്തായിരിക്കും വരേണ്ടത്. ആദ്യം തിരുവനന്തപുരമാണ് അതിന് ഏറ്റവും അനുയോജ്യം. അത് കഴിഞ്ഞ് അദ്ദേഹം തന്നെ പറഞ്ഞു, അല്ല കൊച്ചിയിലാണ് അനുയോജ്യം. കുഴപ്പമില്ല. പക്ഷെ കൊച്ചിയിലാണ് അനുയോജ്യം എന്ന് പറയാൻ കാര്യം അദ്ദേഹം പറഞ്ഞു, തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോയുടെ ആവശ്യമേ ഉള്ളൂ. അതേ വ്യക്തി ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല മോണോറെയിലിൻ്റെ ആവശ്യമേ ഉള്ളൂ, തിരുവനന്തപുരത്ത് മെട്രോയുടെ ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഇപ്പം മെട്രോ എന്ന് പറഞ്ഞു വിട്ടു. ഇത് ഞാനതൊരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇത് കാണുന്നവർ പ്രേക്ഷകരത് മനസ്സിൽ വെച്ചേക്കുക. മെട്രോ അന്നും ഇന്നും അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒരു നഗരത്തിൻ്റെ പോപ്പുലേഷനാണ്. ഞാനിതിപ്പോൾ പറയാൻ കാര്യം, ഈ അടുത്തിടെ കുറേ മാധ്യമത്തിൽ കുറേ റിപ്പോർട്ടുകൾ കണ്ടു. തിരുവനന്തപുരവും കോഴിക്കോടും മെട്രോയുടെ പോപ്പുലേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത കാരണം ഇതിൻ്റെ മെട്രോ ഡൗട്ട്ഫുള്ളാണ്, സംശയമാണ്. ഇത് കണ്ടപ്പോൾ വളരെ എനിക്ക് കൗതുകം തോന്നി. നമ്മളെയൊക്കെ എന്ത് ഈസി ആയിട്ടാണ്, വളരെ തന്മയപരമായിട്ടാണ് പറ്റിക്കുന്നത് എന്നുള്ളത്. ഒരിക്കൽ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു വീക്ഷണമാണ് എനിക്കുള്ളത്. അത് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനിയും പറ്റിക്കപ്പെടാതിരിക്കുവാനായിട്ടാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷനുമായിട്ട് വരുന്നത്. പലയിടത്തും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലരും ഇത് കേട്ട് മിണ്ടാതിരിക്കും. കാരണം അവരുടെ പേര് മോശമായാലോ, അഥവാ അവരെ ഒരു ഔട്ട്സൈഡറായിട്ട് കാണുമോ, അവരെ ഉൾക്കൊള്ളാതെ ആൾക്കാർ മുമ്പോട്ട് പോകുമോ എന്നൊക്കെയുള്ള ഭയം കാരണം. എനിക്കങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. ഭയമില്ലാതെ ഞാൻ പറയുന്നില്ല, പക്ഷെ ഭയക്കേണ്ട കാര്യമില്ല എനിക്ക്. 2010 കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് കൊച്ചി മെട്രോ അനൗൺസ് ചെയ്യുന്ന 2014 മുമ്പും കണ്ടാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ വളരെ വളരെ മുതിർന്ന ഒരു വ്യക്തി, ഞാനത് ആരെന്ന് പറയുന്നില്ല, ഞങ്ങൾ ഒരു ഡിന്നറിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കൊച്ചി ഈസ് ലൈക്ലി ടു ഗെറ്റ് ദ മെട്രോ ബിക്കോസ് ട്രിവാൻഡ്രം ഡസൻറ്റ് ക്വാളിഫൈ. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താണ്. അത് പോപ്പുലേഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, പോപ്പുലേഷൻ ട്രിവാൻഡ്രം ആണല്ലോ കൂടുതൽ, കൊച്ചിയെക്കാട്ടിലും കൂടുതൽ. അല്ല അങ്ങനെയല്ല, അത് മൊത്തത്തിലുള്ള അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ ഞാൻ പറയുന്നത്. അത് പാസഞ്ചേഴ്സ് ട്രാഫിക്ക് കിട്ടണമെങ്കിൽ ഒരു കാച്ച്മെൻറ്റ് ഏരിയ കൺസിഡർ ചെയ്യും. പല പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ വളരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു രീതിയിൽ പറഞ്ഞാൽ ഇത് മൊത്തം എത്ര ആൾക്കാർ യൂസ് ചെയ്യും എന്നുള്ള ഒരു കാച്ച്മെൻറ്റ് ഏരിയ, അതിന് ഉപയോഗം വരുന്നവരുടെ ഒരു കണക്കുകൾ പല രീതിയിൽ കണക്കാക്കി ഇത്ര പേര് ഉപയോഗിക്കും നമ്മളൊരു നമ്പറിലെത്തും. അപ്പം ആ ഒരു വിസ്തീർണം, ഇത് സർവീസ് ചെയ്യുന്ന ഏരിയയുടെ വിസ്തീർണം കണക്കാക്കുമ്പോൾ ആ ഏരിയയിൽ തിരുവനന്തപുരത്തിൽ ആളില്ല, കുറവാണ്, പോപ്പുലേഷൻ കുറവാണ്. ഇത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അന്നത്തെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എങ്ങനെ തിരുവനന്തപുരത്തെ ജനങ്ങളെ എങ്ങനെ പറ്റിച്ചു എന്നുള്ളത് ഞാൻ പറയുകയാണ്. അത് സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്ന, ഞാനിപ്പോൾ ഒരു പറയുകയാണെങ്കിൽ അതിൽ എത്ര കണ്ട് ശരിയാണ് ഉപയോഗിക്കുന്ന വാക്കെന്ന് എനിക്കറിയില്ല, ഒരു കൊച്ചി ലോബി കൂടെ ചേർന്നിട്ട് തിരുവനന്തപുരത്തുകാർക്കിട്ട് അടിച്ചൊരു അടിയുടെ പ്രഹരം ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ 2011 സെൻസസിൽ തിരുവനന്തപുരം നഗരം
എല്ലാ നഗരങ്ങളുടെയും സെൻസസിൻ്റെ സൈറ്റിലുണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ പോപ്പുലേഷൻ 2011 സെൻസസ്, അപ്പോഴാണല്ലോ ഈ മെട്രോയുടെ ഡിസിഷൻ വരുന്നത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ പോപ്പുലേഷൻ 7,96,084. കൊച്ചി നഗരത്തിൻ്റെ പോപ്പുലേഷൻ 6,32,999. കോഴിക്കോടിൻ്റെ 5,50,921. ബാക്കി എല്ലാ നഗരങ്ങളുടെയും ഉണ്ട്. ഇത് സെൻസസിൻ്റെ സൈറ്റിലുള്ളതാണ്, സെൻസസ് ഇൻഫർമേഷൻ സൈറ്റിലുള്ളതാണ്. 2011 സെൻസസ്. അത് കഴിഞ്ഞ് സെൻസസ് നടന്നിട്ടില്ല. അപ്പം ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട്, ഞങ്ങൾ ഓർഗനൈസ് ചെയ്തൊരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഒരു മുതിർന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഇൻഫർമേഷൻ കിട്ടി, കേരളത്തിൻ്റെ ആദ്യ മെട്രോ സർക്കാർ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്, അത് കൊച്ചി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് വരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ, തിരുവനന്തപുരത്ത് പോപ്പുലേഷൻ കൊച്ചിയിൽ 21 ലക്ഷമുണ്ട്. 20 ലക്ഷമാണ് കേന്ദ്ര സർക്കാർ പറയുന്ന ക്രൈറ്റീരിയ. അത് കൊച്ചി 21 ലക്ഷമുണ്ട്, തിരുവനന്തപുരത്തിന് 16 ലക്ഷമേ ഉള്ളൂ. എങ്ങനെ 16 വന്നു എന്ന് എനിക്കറിയില്ല, എന്തായാലും 16. അഥവാ എനിക്കറിയാം, ഞാൻ പിന്നെ കണ്ടുപിടിച്ചു. അപ്പം ഞാനിതിന് എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഫണ്ടമെൻ്റലായിട്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഏതാണ്ട് 3000 ചില്ലുവാനും വരും ഒരു സ്ക്വയർ കിലോമീറ്റർ. 2,900 3,000 മറ്റും വരും, 3000 ആൾക്കാരോ മറ്റും വരും. കൊച്ചിയുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഏതാണ്ട് 1,700 മറ്റുമേ ഉള്ളൂ. അപ്പം ഡെൻസിറ്റി ആൾക്കാരാണല്ലോ ഇതിൽ മെട്രോയിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് കൊച്ചിയുടെ പോപ്പുലേഷൻ്റെ 50% കൂടെ തിരുവനന്തപുരത്തുണ്ട്. അഥവാ തിരുവനന്തപുരത്തിൻ്റെ ഏതാണ്ട് 60%, 65% പോപ്പുലേഷനാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൊച്ചിക്കുള്ളത്. അപ്പോൾ സിറ്റിക്ക് വെളിയിൽ തിരുവനന്തപുരം പോരല്ല, കഴക്കൂട്ടം കഴിഞ്ഞാൽ ആളില്ല എന്നൊക്കെ പലതും പറയാം. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ പോപ്പുലേഷൻ 1,506 കേരളത്തിലെ ഏറ്റവും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനുള്ള 2011 സെൻസസ് പ്രകാരം 1,506 പെർ സ്ക്വയർ കിലോമീറ്ററാണ് ഡിസ്ട്രിക്റ്റിൻ്റെ, ജില്ലയുടെ. അപ്പോൾ അത് യൂണിഫോം ആണെന്ന് മനസ്സിലായിക്കൂടാ. രണ്ടാമത് വരുന്ന ആലപ്പുഴയാണ്, 1,504, ഒരു 2ന്റെ വ്യത്യാസമേ ഉള്ളൂ. കൊച്ചി വരുന്നത് ഏതാണ്ട് 6ാമതാണ്, ഏതാണ്ട് 900 ചില്ലുവാനുമേ ഉള്ളൂ കൊച്ചിയുടെ പോപ്പുലേഷൻ, ഡിസ്ട്രിക്ട് പോപ്പുലേഷൻ. അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിലും സിറ്റി ലെവലിലും പോപ്പുലേഷൻ ഏതാണ്ട് കൊച്ചിയെക്കാട്ടും 50% ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ 21 ലക്ഷം കൊച്ചിക്ക് വന്നു എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നു. അതെനിക്ക് മനസ്സിലായില്ല. ഇപ്പം ഞാൻ കൂടുതൽ വിശകലനം ചെയ്തപ്പോൾ ഈ മെട്രോയ്ക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കേരള ഗവൺമെൻറ്റിൽ നിന്ന് കൊടുത്ത ആപ്ലിക്കേഷനും ഡേറ്റയും വെച്ചിട്ട് 700 ചില്ലുവാനം സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് മെട്രോയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചിക്ക് കൺസിഡർ ചെയ്തത്. 700 ചില്ലുവാനം സ്ക്വയർ കിലോമീറ്റർ ഇതിനകത്ത് 54 ലോക്കൽ ബോഡീസ്, കൊച്ചി കോർപ്പറേഷനും മുനിസിപ്പാലിറ്റീസും പഞ്ചായത്തും എടുത്ത് 54 ലോക്കൽ ബോഡീസ്. തിരുവനന്തപുരത്തിന് കൊടുത്ത ആപ്ലിക്കേഷനിൽ 400 ചില്ലുവാനം സ്ക്വയർ കിലോമീറ്ററെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അതിന് കേരള സർക്കാർ കൊടുത്ത ആൾക്കാർ പറഞ്ഞത് അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ വരുന്നത്? 1,500 ചില്ലുവാനം ആൾക്കാർ സ്ക്വയർ കിലോമീറ്ററിൽ താമസിച്ച് വളരെ ഡെൻസായിട്ട് ഡിക്ലെയർ ചെയ്തൊരു ഡിസ്ട്രിക്റ്റിൽ പിന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്നത്? ശരി, 400 സ്ക്വയർ കിലോമീറ്ററാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ 400 സ്ക്വയർ കിലോമീറ്ററാണ് 16 ലക്ഷം വന്നിരിക്കുന്നത്. അത് 34 ലോക്കൽ ബോഡീസാണ്. 54 കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി കൺസിഡർ ചെയ്തപ്പോൾ 34 ലോക്കൽ ബോഡീസാണ് തിരുവനന്തപുരത്തിന് വേണ്ടി കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ്? നമ്മൾ ഇംഗ്ലീഷിൽ പറയും യു കാൺ കമ്പയർ ആപ്പിൾ വിത്ത് ആൻ ഓറഞ്ച് എന്ന് പറയും. അപ്പോൾ നേരത്തെ എഴുതിയ ഒരു തിരക്കഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സർക്കാർ, അന്നത്തെ സർക്കാർ, നിങ്ങൾ തന്നെ കണക്കാക്കി നോക്കി ഏത് സർക്കാരാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ, അന്നത്തെ സർക്കാർ കളിച്ചത് ഈ ഒരു തിരക്കഥയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ 400 സ്ക്വയർ കിലോമീറ്റർ എന്നുള്ള 400 ചില്ലുവാനം സ്ക്വയർ കിലോമീറ്റർ എന്നുള്ള 700 ആക്കിയാൽ 54 ലോക്കൽ ബോഡീസ്, പോട്ടെ 50 വെക്കാം.
ആക്കിയാൽ തിരുവനന്തപുരത്തിൻ്റെ പോപ്പുലേഷൻ 32 ലക്ഷമായിരുന്നു അന്ന്, ആസ് പെർ 2011 സെൻസസ്. അതിനെയാണ് തിരുവനന്തപുരത്തിരിക്കുന്ന 12 വെള്ളിക്കാശിന് വേണ്ടിയിട്ടെല്ലാം വിൽക്കുന്ന ആൾക്കാരെടുത്ത് 16 ഉള്ളൂ എന്ന് പറഞ്ഞ് ഇന്നും നമ്മൾ മെട്രോയ്ക്ക് വേണ്ടി പലവരുടെയൊക്കെ പുറകിനോടേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം ക്വാളിഫൈ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഒരു ഡേറ്റയും കൂടെ തരാം. ഇപ്പം ഞാനിതൊരു 6 മാസം മുമ്പ് ഞാനിതിങ്ങനെ ഇങ്ങനെ അറിഞ്ഞു. കാരണം എനിക്ക് പിന്നെ കേന്ദ്ര സർക്കാരിൽ പലയിടത്തും കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഒരു തിരുവനന്തപുരത്തിൻ്റെ മെട്രോ നീട്ടാനായിട്ടൊരു പ്രവണത കാണുന്നുണ്ട്. ഇതാണ് ആർഗ്യുമെൻ്റ് വരുന്നതെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോയിട്ട് മുമ്പിരുന്ന സെക്രട്ടറിയെ ഞാൻ കണ്ടു. കണ്ടിട്ട് ഞാൻ ചോദിച്ചാൽ ഇപ്പോഴത്തെ തിരുവനന്തപുരത്ത് എത്ര പോപ്പുലേഷൻ വരും? അപ്പോൾ അദ്ദേഹം പെട്ടെന്നൊരു കണക്കാക്കിയിട്ട് പറഞ്ഞു 12, കണക്കാക്കിയല്ലേ പെട്ടെന്ന് പുള്ളി ഉടനെ പറഞ്ഞു 12-നും 13 ലക്ഷത്തിനും ഇടയ്ക്കുണ്ട്, 12.6 lakhs എന്നാണ് പറഞ്ഞത്. അതായത് 2011 7.9 ലക്ഷമായിരുന്നത് ഇപ്പം 12, ഓൾമോസ്റ്റ് ഡബിൾ ആയിരിക്കുന്നു. 14 വർഷത്തിൽ ഡബിൾ ആയിരിക്കുന്നു. അതായിക്കോട്ടെ. അപ്പം ഞാൻ എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു കൊച്ചിയിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അറിയാമല്ലോ, നമുക്കറിയാം, അത് വലിയ സീക്രട്ടൊന്നുമല്ല. ഞാൻ ഇന്ന് കണക്കാക്കിയ അതേ രീതി പുള്ളി പറഞ്ഞു. ഞാൻ കണക്കാക്കിയത് 100 വാർഡ്, ഒരു വാർഡിൽ ആവറേജ് 2500 വീട് വെച്ച് ഒരു വീട്ടിൽ ശരാശരി എത്രയോ ആൾക്കാരുടെ പുള്ളി പറഞ്ഞു, ഇത്ര ആൾ വെച്ചിട്ട്. അതേ തമ്പ് റൂള് കൊച്ചിയിലുമുണ്ട്. അത് വെച്ചിട്ട് ഞാൻ എടുത്ത് പറയാം എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് അപ്പോൾ തന്നെ ഫോൺ വിളിച്ച് ആരോ ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞു 8.9 ലക്ഷമാണ്. ഒരു 6 മാസം മുമ്പുള്ള കണക്ക് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. തെറ്റായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ്. ഇതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഉദ്യോഗസ്ഥർ പറഞ്ഞ് അവരുടെ അറിവനുസരിച്ച് പറഞ്ഞതാണ്. അപ്പം ഇന്നും തിരുവനന്തപുരത്തെ പോപ്പുലേഷൻ ഏതാണ്ട് കൊച്ചി 8.9 ആണെങ്കിൽ അതിൻ്റെ ഏതാണ്ട് 50% കൂടുതലാണ് തിരുവനന്തപുരത്ത്. എന്നിട്ടാണ് നമ്മളിത് പറയുന്നത് തിരുവനന്തപുരം പോപ്പുലേഷൻ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യില്ല എന്നുള്ളത്. ഇത്തവണയെങ്കിലും തിരുവനന്തപുരത്തെ നിവാസികൾ ഈ ഒരു എക്സ്ക്യൂസ് പറഞ്ഞാൽ അവരെ പബ്ലിക്കായിട്ട് വിളിച്ച് ഉത്തരം പറയുവാനുള്ള ഒരു ഡിമാൻഡ് വെക്കണം. പബ്ലിക്കായിട്ട് ഉത്തരം പറയണം. ഇതിനൊക്കെ ഡേറ്റയാണല്ലോ. പോപ്പുലേഷനെല്ലാം ചുമ്മാ പറഞ്ഞ് വെള്ളത്തിൽ വരച്ച് വര പോലെ പോയാൽ പറ്റില്ലല്ലോ. തിരുവനന്തപുരത്ത് വേറെ പല പാരാമീറ്റേഴ്സും ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. തീർച്ചയായിട്ടും കൊച്ചി മെട്രോ തുടങ്ങിക്കഴിഞ്ഞ അടുത്ത വർഷം 4 ലക്ഷത്തിൽ ചില്ലുവാനും ഡെയിലി പാസഞ്ചേഴ്സ് കാണും എന്നാണ് DPRൽ പറഞ്ഞിരുന്നത്. തുടങ്ങിക്കഴിഞ്ഞ് ഏതാണ്ട് ഒരു ദശാബ്ദമായിട്ടും ഇപ്പോഴും 1 ലക്ഷം കടന്നിട്ടില്ല. അതേസമയം തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ ഇവിടുത്തെ പാസഞ്ചർ അവരുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും വളരെ മെച്ചപ്പെട്ട ഒരു പാസഞ്ചർ ലെവൽ അവർ കിട്ടിയേനെ. അത് പോട്ടെ, അതിപ്പം സംഭവിച്ചു. പക്ഷേ ഇനിയും തിരുവനന്തപുരത്തിന് ആവശ്യമില്ല, അഥവാ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഒഴിവാക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം. ഇത്രേ പറയാനുള്ളൂ.